ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിംഗ് ആണ്. അപ്പോൾ നമുക്ക് അഡ്വർടൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് അഡ്വർടൈസിങ് പ്രധാനപ്പെട്ടതാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ. Advertising provides important details about product and services. This includes features, price and availability. അഡ്വർടൈസിങ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്നതാണ് ഫീച്ചേഴ്സ്, പ്രൈസ്, അവൈലബിലിറ്റി. അപ്പോൾ ഒരു അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആഡ് എടുക്കാം. അപ്പോൾ അതിലവർ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, ബാറ്ററി ലൈഫ്, അതിനെ പറ്റിയിട്ടുള്ള സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആ ഒരു അഡ്വർടൈസിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു അഡ്വർടൈസിങ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് അവർക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കൂടുതൽ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയുന്നതിലൂടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അവർക്ക് ബെറ്ററായിട്ട് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷനിൽ വരുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് പ്രൊമോട്ട്സ് ചോയ്സ്. ത്രൂ അഡ്വർടൈസ്മെൻറ്റ്സ് കൺസ്യൂമർ ക്യാൻ കമ്പയർ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബ്രാൻഡ്സ് ബേസ്ഡ് ഓൺ ഫീച്ചേഴ്സ്, ക്വാളിറ്റി ആൻഡ് പ്രൈസ്. അഡ്വർടൈസിങ്ങിലൂടെ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും ക്വാളിറ്റിയും പ്രൈസ് ഇതിൻ്റെയൊക്കെ ബേസിൽ അവർക്ക് പ്രൊഡക്റ്റിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഫീച്ചേഴ്സും ക്വാളിറ്റിയും പ്രൈസും ഇതൊക്കെ എടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് കസ്റ്റമേഴ്സിന് എന്ത് പ്രൊഡക്റ്റാണ് ആവശ്യം അത് ചൂസ് ചെയ്യാൻ പറ്റും. സോ അവിടെ ഒരു ചോയ്സിന് ഉള്ള ഒരു അവൈലബിലിറ്റി ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ അഡ്വർടൈസ്മെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കാർ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് മോഡൽസും അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് അവർക്ക് ബെറ്ററായിട്ടുള്ള കാറ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, വാങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ബഡ്ജറ്റും അതേപോലെ അവരുടെ റിക്വയർമെൻറ്റ്സ്, ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് ഏത് കാറ് വേണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ഇത് അവർക്ക് ഒരു കാറ് വാങ്ങുമ്പോൾ അവർക്ക് ഒരുപാട് ചോയ്സ് കൊടുക്കുന്നുണ്ട്. അതാണ് പ്രൊമോട്ട്സ് ചോയ്സിൽ വരുന്നത്. അതായത് ഒരേപോലെയുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ ഏത് പ്രൊഡക്റ്റാണോ നമുക്ക് ആവശ്യം അത് നമുക്ക് അതിൽ നിന്നും ചൂസ് ചെയ്യാനുള്ള ഒരു ചോയ്സ് കിട്ടുന്നുണ്ട്. അതാണ് പ്രൊമോട്ട്സ് ചോയ്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് കൺവീനിയൻസ്. അഡ്വർടൈസ്മെൻറ്റ്സ് സേവ് ടൈം ബൈ പ്രൊവൈഡിങ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ ഇൻ അഡ്വാൻസ്. Customers do not have to spend a lot of time for searching for options. അഡ്വർടൈസിങ്ങിലൂടെ കസ്റ്റമേഴ്സിന് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കാരണം പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ട് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടും. സോ കസ്റ്റമേഴ്സിന് ഒരു കൺവീനിയൻസ് ഉണ്ടാവും. കാരണം അവർ ഈ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യില്ല. സോ ഈ ആഡ് കാരണം അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കാരണം കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ പറ്റിയിട്ട് ഇൻഫോർമേഷൻസ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അതിലൂടെ നമുക്ക് എന്താണ് ആവശ്യം അത് നമുക്ക് എന്ത് പ്രൊഡക്റ്റാണോ ആവശ്യം അത് നമുക്ക് കറക്റ്റ് ടൈമിൽ വാങ്ങാൻ പറ്റും. സോ കൺവീനിയൻസ് ഉണ്ടാവും.
ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോസറി ആപ്പ് എടുക്കുക. അപ്പോൾ അതിൽ ഗ്രോസറിയെ പറ്റിയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവും. സോ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് തന്നെ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് പർച്ചേസ് ഫാസ്റ്റ് ആക്കാൻ പറ്റും. സോ ഷോപ്പിംഗ് മോർ കൺവീനിയൻ്റ് ആവും. നെക്സ്റ്റ് പോയിൻ്റാണ് എഡ്യൂക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. അഡ്വർടൈസിങ് എഡ്യൂക്കേറ്റ്സ് കസ്റ്റമേഴ്സ് അബൌട്ട് ദ ഡിഫറെൻറ്റ് യൂസസ് ഓഫ് പ്രൊഡക്റ്റ്. ദിസ് എക്സ്പാൻഡ് ഇറ്റ്സ് യൂട്ടിലിറ്റി ആൻഡ് വാല്യൂ. പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഉള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസസ് കസ്റ്റമേഴ്സിന് അഡ്വർടൈസിങ്ങിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത് ആ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റിയും വാല്യൂ ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടും. അതായത് ഒരു പ്രൊഡക്റ്റിന് ഒരു യൂസ് മാത്രം ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റിനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഡിറ്റർജൻറ്റ് എടുക്കുക. ആ ഡിറ്റർജൻറ്റ് നമുക്ക് ക്ലോത്ത്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അതേപോലെ കിച്ചണിലുള്ള കറകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഡിറ്റർജൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എഡ്യൂക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് അഡ്വർടൈസിങ്ങിലൂടെ കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് ഒരു ഉപയോഗം മാത്രമല്ല, അതിന് ഒരുപാട് ഉപയോഗം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു കസ്റ്റമേഴ്സിൽ വരുന്നത്. അതായത് ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ, പ്രൊമോട്ട്സ് ചോയ്സ് ആൻഡ് കൺവീനിയൻസ്, എഡ്യൂക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു ബിസിനസ്. ബിസിനസ്സിൽ എങ്ങനെ അഡ്വർടൈസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് എസെൻഷ്യൽ ഫോർ പ്രൊഡക്റ്റ് ലോഞ്ച് സക്സസ്. അഡ്വർടൈസിങ് ക്രിയേറ്റ്സ് അവയർനെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ന്യൂ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആ ആഡിൽ ആ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും അതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അവയർനെസ്സും എക്സൈറ്റ്മെൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ അത് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർ ലോഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു പുതിയ വേർഷന് പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ആഡ് ചെയ്യുന്നുണ്ടാവുക. ഇത് കസ്റ്റമേഴ്സിന് ഇടയിൽ നല്ലൊരു അവയർനെസ്സും എക്സൈറ്റ്മെൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അഡ്വർടൈസിങ് പ്രൊഡക്റ്റ് ലോഞ്ച് സക്സസ്സിനുള്ള ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിക്കേറ്റ് പ്രൊഡക്റ്റ് ഇൻഫോർമേഷൻ. അഡ്വർടൈസിങ് ഹെൽപ്സ് ബിസിനസ് ഷെയർ ഡീറ്റെയിൽസ് അബൌട്ട് ദെയർ പ്രൊഡക്ട്സ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഫീച്ചേഴ്സ്, യൂസേജ് ആൻഡ് ബെനിഫിറ്റ്സ്. അഡ്വർടൈസിങ് ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സും യൂസേജും ബെനിഫിറ്റും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കസ്റ്റമേഴ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് കമ്മ്യൂണിക്കേറ്റ് പ്രൊഡക്റ്റ് ഇൻഫർമേഷനിൽ വരുന്നത്. എക്സാമ്പിൾ എടുക്കുക, ഒരു ഡോവ് സോപ്പിൻ്റെ എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ആ ഒരു സോപ്പിനെ പറ്റിയിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ
ആ ഒരു ആഡിൽ അവർ പറയും. ഇതുകൊണ്ട് കസ്റ്റമേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ എന്താണോ നോക്കിയിട്ട് ആ ഒരു ഡോവ് സോപ്പ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിമാൻഡ് ക്രിയേഷൻ. അഡ്വർടൈസിങ് ക്യാൻ ക്രിയേറ്റ് ഡിമാൻഡ് ബൈ ഷോക്കേസിങ് ദി യുണീക്ക് ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസൊക്കെ ഒരു ആഡിൽ കാണിക്കുന്നത് കൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ആ ഒരു ആഡിൽ അവർ കസ്റ്റമേഴ്സിലോട്ട് ഷോ ചെയ്യുന്നത്. സോ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊക്കക്കോള ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. അവർ റെഗുലറായിട്ടുള്ള സീസണിൽ ആഡ് ചെയ്യുന്നതിൻ്റെ അങ്ങനെ ആയിരിക്കില്ല ഫെസ്റ്റിവൽ സീസണിൽ അവർ ആഡ് ചെയ്യുക. സോ റെഗുലറായിട്ടുള്ള സീസണിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ ഫെസ്റ്റിവൽ സീസണിൽ ആഡ് ചെയ്യുമ്പോൾ അവർ കസ്റ്റമേഴ്സിലോട്ട് ഇൻഫർമേഷൻസ് സ്പെഷ്യലായിട്ട് പാസ് ചെയ്യും. സോ അവർക്ക് ഇത്തരത്തിൽ സ്പെഷ്യലായിട്ട് ഒരു സീസണിൽ ഫെസ്റ്റിവൽ സീസണിലൊക്കെ ആഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് കമ്മ്യൂണിക്കേറ്റ്സ് ഓഫേഴ്സ് ആൻഡ് പ്രൈസസ്. അഡ്വർടൈസിങ് ഈസ് എഫക്റ്റീവ് ഇൻ ഇൻഫോമിങ് കസ്റ്റമേഴ്സ് അബൌട്ട് ഡിസ്കൗണ്ട് ആൻഡ് ഓഫേഴ്സ്. കസ്റ്റമേഴ്സിനോട് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡിസ്കൗണ്ടും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഒന്നാണ് അഡ്വർടൈസിങ്. അതായത് അഡ്വർടൈസിങ്ങിലൂടെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഓഫേഴ്സും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റും. എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺസ് ഡേ സെയിൽസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ആഡ് ചെയ്യുന്നതിലൂടെ അവരുടെ സെയിൽസ് കൂട്ടാനും അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അതാണ് കമ്മ്യൂണിക്കേറ്റ്സ് ഓഫേഴ്സ് ആൻഡ് പ്രൈസസിൽ പറയുന്നത്. അതായത് കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡിസ്കൗണ്ട് ആൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അഡ്വർടൈസിങ്ങിലൂടെ അറിയാൻ പറ്റും. ദെൻ പറയുന്നതാണ് പാക്കേജിംഗ് കമ്മ്യൂണിക്കേഷൻ. Advertising can highlight unique packaging features. This helps customers recognize and remember the brand. ഒരു അഡ്വർടൈസിങ്ങിലൂടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ യുണീക്കായിട്ടുള്ള പാക്കേജിങ് ഫീച്ചേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കസ്റ്റമേഴ്സിന് ആ ഒരു ബ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു കിറ്റ്കാറ്റിൻ്റെ ഒരു ആഡ് എടുക്കാം. ആ ഒരു കിറ്റ്കാറ്റിൻ്റെ ആഡിൽ റെഡ് ആൻഡ് വൈറ്റ് പാക്കേജിങ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ കസ്റ്റമേഴ്സിന് കിറ്റ്കാറ്റ് എന്ന ബ്രാൻഡിനെ ഓർത്തെടുക്കാനും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം ഈ ഒരു അഡ്വർടൈസിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അഡ്വർടൈസിങ്ങിൽ യുണീക്കായിട്ടുള്ള പാക്കേജിങ് ഫീച്ചേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഓർത്തെടുക്കാനും റെക്കഗ്നൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് കീ റോൾ ഇൻ പൊസിഷനിങ്. പൊസിഷനിങ് മീൻസ് ക്രിയേറ്റിംഗ് എ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഓഫ് ദി ബ്രാൻഡ് ഇൻ ദി മൈൻഡ് ഓഫ് കൺസ്യൂമേഴ്സ്. അഡ്വർടൈസിങ് ഹെൽപ്സ് പൊസിഷൻ ദി പ്രൊഡക്റ്റ് ഇൻ ദി കസ്റ്റമേഴ്സ് മൈൻഡ്. പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന് പറ്റിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലൊരു സ്പെഷ്യലായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഒരു BMW കാറിൻ്റെ ആഡ് എടുക്കാം. ഒരു BMW എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് അതൊരു ലക്ഷറി പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഹൈ പെർഫോമൻസും പ്രസ്റ്റീജും കാരണം നമ്മുടെ മൈൻഡിൽ
BMW എന്ന് പറഞ്ഞാൽ ലക്ഷറി ബ്രാൻഡായിട്ടാണ് നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇത് മറ്റുള്ള കാർ മാനുഫാക്ചേഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതൊരു പൊസിഷനിങ്ങിലൂടെയാണ് നടക്കുന്നത്. അതായത് BMW ലക്ഷറി ബ്രാൻഡാണ്. അതിൻ്റെ ഹൈ പെർഫോമൻസും പ്രസ്റ്റീജും കാരണം നമ്മൾ BMW ഒരു ലക്ഷറി ബ്രാൻഡായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് മറ്റുള്ള കാർ മാനുഫാക്ചേഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുമുണ്ട്. സോ കീ റോൾ ഇൻ പൊസിഷനിങ് അത് വേറൊരു ഇമ്പോർട്ടൻസ് ആണ്. അതായത് അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് പ്രൊഡക്റ്റിനെ പൊസിഷൻ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു ബിസിനസ്സിൽ എസെൻഷ്യൽ ഫോർ പ്രൊഡക്റ്റ് ലോഞ്ച് സക്സസ്, കമ്മ്യൂണിക്കേറ്റ് product information, demand creation, communicates offers and prices, packaging, communication, key role in positioning. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു സൊസൈറ്റിയാണ്. സൊസൈറ്റിക്ക് എങ്ങനെയൊക്കെയാണ് അഡ്വർടൈസിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. Advertising creates direct jobs in various sectors such as marketing, media, production and design. Marketing, media, production, design എന്നീ തരത്തിലുള്ള ഒരുപാട് വേരിയസ് സെക്ടേഴ്സിൽ ഡയറക്റ്റ് ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ത്യയിലെ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ അതിൽ ഗ്രാഫിക് ഡിസൈനേഴ്സ് തൊട്ടിട്ട് കോപ്പി റൈറ്റേഴ്സ് വരെ ഒരു അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ഇത് എക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്വർടൈസിങ്ങിലൂടെ ഒരു പ്രൊഡക്റ്റിൻ്റെ മോർ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയിലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഡ്വർടൈസിങ് ഇൻഡസ്ട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിന് ഡിമാൻഡും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ അതാണ് ഫസ്റ്റ് പോയിൻ്റ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. സെക്കൻഡ് പോയിൻ്റാണ് ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അഡ്വർടൈസിങ് ഇൻട്രൊഡ്യൂസ് ന്യൂ products that enhance the quality of life. അഡ്വർടൈസിങ്ങിലൂടെ നമ്മൾ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിളായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ക്യാമ്പയിൻസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂറൽ ഏരിയാസിലൊക്കെ ടെക്നോളജീസ് ആക്സസിബിൾ ആവാൻ വേണ്ടിയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ടിവിറ്റി, എഡ്യൂക്കേഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അഡ്വർടൈസിങ്ങിലൂടെ നമുക്ക് ഇന്നൊവേഷൻസിനെ പറ്റിയിട്ട് പുതിയ ഇന്നൊവേഷൻസിനെ പറ്റിയിട്ട് ആളുകൾക്ക് ഒരു അവെയർ ഉണ്ടാവുകയും അതേപോലെ ഡെയിലി ലൈഫ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വരുന്നത്. പുതിയ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പുതിയ ഇന്നൊവേഷൻസൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ ഒരു അവെയർനെസ് ഉണ്ടാവും. സോ നമുക്ക് ഡെയിലി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് സസ്റ്റെയിൻസ് മീഡിയ. അഡ്വർടൈസിങ് റവന്യൂ സപ്പോർട്ട്സ് media operations like TV, radio and newspapers. This funding allows them to offer diverse and quality content. ന്യൂസ്പേപ്പേഴ്സ്, റേഡിയോ, TV അതേപോലെയുള്ള മീഡിയ ഓപ്പറേഷൻസൊക്കെ ഈ അഡ്വർടൈസിങ് റവന്യൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഫണ്ടിങ് അലൗസ് ദം ടു ഓഫർ ഡൈവേഴ്സ് ആൻഡ് ക്വാളിറ്റി കണ്ടൻറ്റ്. ഇത്തരത്തിലെ ഫണ്ടിങ് ഒരുപാട് ഡൈവേഴ്സിഫൈ ആയിട്ടും അതേപോലെ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഡിങ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സൊക്കെ അവരുടെ അഡ്വർടൈസിങ് യൂസ് ചെയ്തിട്ട് അവരുടെ ജേർണലിസ്റ്റും അവരുടെ കണ്ടൻറ് പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്.
വിത്തൗട്ട് ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് മീഡിയാസും കാര്യങ്ങളൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അഡ്വർടൈസിങ്ങിൻ്റെ ആ ലിങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജേർണലിസം അതേപോലെ കണ്ടൻറ് പ്രൊഡക്ഷൻസൊക്കെ ഇതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അഡ്വർടൈസിങ് ഇല്ലാതെ നമ്മൾ ഒരു മീഡിയ നടത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ സസ്റ്റെയിൻസ് മീഡിയ അത് വേറൊരു ഇമ്പോർട്ടൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എൻകറേജ് പീപ്പിൾ ടു വർക്ക് ആൻഡ് ഏൺ മോർ. അഡ്വർടൈസ്മെൻറ്റ്സ് സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, എൻകറേജിങ് പീപ്പിൾ ടു ആസ്പയർ ഫോർ ബെറ്റർ ലൈഫ് സ്റ്റൈൽസ്. അഡ്വർടൈസ്മെൻറ്റ് കാരണം പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് പീപ്പിളിൻ്റെ ബെറ്റർ ലൈഫ് സ്റ്റൈൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പീപ്പിളിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതാണ് എൻകറേജ് പീപ്പിൾ ടു വർക്ക് ആൻഡ് ഏൺ മോറിൽ വരുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് കൂട്ടും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യും, കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ലക്ഷറി കാറിൻ്റെ ആഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ ആ ഒരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹം വരും, അവർ മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അവർ ആ ഒരു ലക്ഷറി കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. സോ അങ്ങനെ പീപ്പിളിനെ ഒരു മോർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. ഇതിലൂടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതേപോലെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. സോ ഒരു ആഡിലൂടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ആഗ്രഹം വരും. സോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യും. അത് എക്കണോമിക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂട്ടുകയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എൻകറേജ് പീപ്പിൾ ടു വർക്ക് ആൻഡ് ഏൺ മോർ അത് വേറൊരു ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് പ്രൊമോട്ട്സ് ആർട്ട് ആൻഡ് കൾച്ചർ. അഡ്വർടൈസ്മെൻറ്റ് ഓഫ്റ്റൻ showcase various art forms such as music, dance and visual arts. This provide a platform for artists to display their talents. അഡ്വർടൈസ്മെൻറ്റ് ആഡൊക്കെ നമ്മൾ പല രീതിയിലും ചെയ്യും. മ്യൂസിക്കിൻ്റെ രൂപത്തിലും ഡാൻസ്, വിഷ്വൽ ആർട്സ് ഇതൊക്കെ എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഒരു ആഡിൽ വരുന്നത്. ഇതൊക്കെ അവിടെ ഷോക്കേസ് ചെയ്യപ്പെടും. സോ ദിസ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ആർട്ടിസ്റ്റ് ടു ഡിസ്പ്ലേ ദെയർ ടാലൻസ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൂടെ ആർട്ടിസ്റ്റിന് അവരുടെ ടാലൻസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു കൾച്ചറും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം എക്സാമ്പിളായിട്ടൊരു കൊക്കക്കോളയുടെ ഫെസ്റ്റീവ് ആഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ലോക്കൽ ആർട്സും കൾച്ചറൽ എലമെൻറ്റ്സൊക്കെ ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇത് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അതിൽ ടാലൻ്റുള്ള ആർട്ടിസ്റ്റും വരും. സോ നമ്മുടെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ കാണിക്കാൻ പറ്റും. അതേപോലെ കൾച്ചറും കാര്യങ്ങളും നമുക്ക് അവിടെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് പ്രൊമോട്ട്സ് ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് പ്രൊവൈഡ്സ് എൻ്റർടൈൻമെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റ്സ് ആർ നോട്ട് ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ബട്ട് ആൾസോ entertaining. They use humor, storytelling and memorable jingles to engage viewers. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫോർമേറ്റീവ് മാത്രമായിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൽ കോമഡി വരും, സ്റ്റോറി ടെല്ലിങ് വരും, മെമ്മറബിളായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ്സ് എൻ്റർടൈൻമെൻറ്റ്. സോ അത് ഇൻഫോർമേറ്റീവായിട്ട് മാത്രമല്ല അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്,
അത് എൻ്റർടൈനിങ് കൂടിയാണ്. അതിൽ നമ്മൾ ഹ്യൂമറും സ്റ്റോറി ടെല്ലിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. മോർ ക്രിയേറ്റീവായിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എൻ്റർടൈനിങ്ങും ആയിട്ട് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എക്സാമ്പിളായിട്ട് നമുക്ക് അമൂലിൻ്റെ ആഡൊക്കെ എടുക്കാം. അമൂലിൻ്റെ ആഡ് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഒരു കറൻറ്റ് ഇവൻറ്റ്സിനൊക്കെ കോമഡി രൂപത്തിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റൊക്കെ എൻ്റർടൈൻമെൻറ്റ് രൂപത്തിൽ ചിത്രീകരിക്കുന്നത് കൊണ്ട് ഇത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. അതേപോലെ പോപ്പുലർ കൾച്ചറിൻ്റെ ഒക്കെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടും കൂടിയാണ് ഇത്തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് പ്രൊവൈഡ്സ് എൻ്റർടൈൻമെൻറ്റിൽ വരുന്നത്. അതായത് അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് മാത്രം പാസ് ചെയ്യുന്ന കാര്യമല്ല, അത് ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൽ ഹ്യൂമറും സ്റ്റോറി ടെല്ലിങ്ങും മെമ്മറബിളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇത് ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രൊവൈഡ്സ് എൻ്റർടൈൻമെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു സൊസൈറ്റിയിൽ employment generation, improves standard of living, sustains media, encourages people to work and earn more, promotes art and culture, provide entertainment. ഈ 6 പോയിൻ്റാണ് വന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു കസ്റ്റമേഴ്സ് ഫസ്റ്റ് പറഞ്ഞു. അതിൽ 4 പോയിൻറ്റ്സ് ആണ് പറഞ്ഞത്. ഓഫേഴ്സ് വാല്യുബിൾ ഇൻഫർമേഷൻ ആൻഡ് പ്രൊമോട്ട്സ് ചോയ്സ്, കൺവീനിയൻസ്, എഡ്യൂക്കേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. നെക്സ്റ്റ് പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു ബിസിനസ് ആണ്. അതിൽ എസെൻഷ്യൽ ഫോർ പ്രൊഡക്റ്റ് ലോഞ്ച് സക്സസ്, കമ്മ്യൂണിക്കേറ്റ്സ് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, ഡിമാൻഡ് ക്രിയേഷൻ, കമ്മ്യൂണിക്കേറ്റ് ഓഫേഴ്സ് ആൻഡ് പ്രൈസസ്, പാക്കേജിങ് കമ്മ്യൂണിക്കേഷൻ, കീ റോൾ ഇൻ പൊസിഷനിങ്. അത്രയും 6 പോയിൻറ്റ്സ് പറഞ്ഞു. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്വർടൈസിങ് ടു സൊസൈറ്റി, അതിൽ ഒരു 6 പോയിൻ്റ് പറഞ്ഞു. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, സസ്റ്റെയിൻസ് മീഡിയ, എൻകറേജ് പീപ്പിൾ ടു വർക്ക് ആൻഡ് ഏൺ മോർ, പ്രൊമോട്ട്സ് ആർട്ട് ആൻഡ് കൾച്ചർ ആൻഡ് പ്രൊവൈഡ്സ് എൻ്റർടൈൻമെൻറ്റ്.